വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്തുണ്ട് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുകയാണ്. ഞാനും സുഖമായിട്ടിരിക്കുകയാണ്. സോ ഇന്നത്തെ വീഡിയോ വന്നിട്ട് നമുക്ക് ഒരു ഗ്ലാസ് സ്കിൻ ചാലഞ്ച് ചെയ്താലോ എങ്ങനെ ഉണ്ടാവും? അടിപൊളിയല്ലേ? അപ്പോൾ ഇതാണ് എന്റെ ബിഫോർ ഉള്ള ലുക്ക് കേട്ടോ. ഞാനിപ്പോൾ ഫേസ് വാഷ് ചെയ്തിട്ടില്ല, ഒരു സംഭവം ഞാൻ ചെയ്തിട്ടില്ല. അതേ കണ്ടോ, ഇതാണ് എന്റെ ബിഫോർ ഉള്ള ലുക്ക്. എല്ലാ പേരും ഇൻക്ലൂഡിങ് മീ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഭയങ്കര ക്ലിയർ, നല്ല റേഡിയന്റ് ആയിട്ടുള്ള, നല്ല ഹെൽത്തി ആയിട്ടുള്ള ഗ്ലാസ് സ്കിൻ എന്ന് പറയുമ്പോൾ തന്നെ നമ്മളുടെ എല്ലാവരുടെ മനസ്സിൽ വരുന്നത് കൊറിയൻ സ്കിൻ ആയിരിക്കും. നമ്മളെല്ലാവരും വല്ലപ്പോഴെങ്കിലും ഇങ്ങനെ സെർച്ച് ചെയ്ത് നോക്കിയിട്ടുണ്ട്. സ്കിൻ കെയർ ഒക്കെ നോക്കുന്ന ആൾക്കാർ, സ്കിന്നൊക്കെ നന്നായി വെക്കണം എന്ന് നോക്കുന്ന ആൾക്കാർ വല്ലപ്പോഴെങ്കിലും ഞാൻ ഈ പറയുന്ന സംഭവം ട്രൈ ചെയ്തിട്ടുണ്ടാവും. നമ്മളെല്ലാവരും പല ട്രിക്സും ടിപ്സും ഒക്കെ നോക്കിയിട്ടുണ്ടാവും. ഈ ഒരു ഗ്ലാസ് സ്കിൻ നല്ല കൊറിയൻ സ്കിന്ന് പോലെ വേണം എന്നൊക്കെ നോക്കിയിട്ട്. അപ്പം ഇതിന് മെയിൻ വൺ ഓഫ് ദ ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത് റൈസ് ആണ്. നമുക്കറിയാം റൈസ് വാട്ടർ വെച്ച് ഫേസ് വാഷ് ചെയ്ത് അടിപൊളിയാണ്. റൈസ് പൗഡർ വെച്ച് നോക്കിയാൽ അടിപൊളിയാണ്. അങ്ങനെ ഒരുപാട് റൈസ് വാട്ടർ അല്ലെങ്കിൽ റൈസ് ഒരു ഇൻഗ്രീഡിയന്റ് വരുന്ന സംഭവം വെച്ച് നമ്മുടെ സ്കിന്നിന് വേണ്ടി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളി റിസൾട്ട് ആണ്. സ്കിന്നിന്റെ മാത്രമല്ല ഹെയറിനും അടിപൊളിയാണ്. അപ്പൊ കൊറിയനിലാണെന്നുണ്ടെങ്കിൽ അവരുടെ വൺ ഓഫ് ദ കീ ഇൻഗ്രീഡിയന്റ് വന്നിട്ട് റൈസ് തന്നെയാണ്. സൗത്ത് ഈസ്റ്റ് ഏഷ്യ ഭാഗത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ പണ്ട് തൊട്ടേ യൂസ് ചെയ്യുന്ന ഒരു കീ ഇൻഗ്രീഡിയന്റ് ആണ് ഈ റൈസ് എന്ന് പറയുന്നത്. മാത്രമല്ല നമ്മളുടെ ജനറേഷൻ, മുന്നേ ഉള്ള ജനറേഷനിലെ ഗ്രാൻഡ് മദർ, അമ്മയൊക്കെ ആണെങ്കിലും പറഞ്ഞു തരും അരിപ്പൊടിയുടെ പാക്ക് അപ്ലൈ ചെയ്യൂ, അരിപ്പൊടി വെച്ചിട്ട് മുഖം വാഷ് ചെയ്യൂ എന്നൊക്കെ പറയാറുണ്ട്. സെയിം തന്നെയാണ് നമ്മൾ ഈ റൈസ് വാട്ടർ ജസ്റ്റ് മിസ്റ്റ് പോലെ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സ്കിൻ അടിപൊളി റിഫ്രഷിങ് ആൻഡ് ഭയങ്കര ഗ്ലോ ഒക്കെ നമുക്ക് കിട്ടും. റൈസ് വാട്ടർ ഒരുപാട് സ്കിൻ ബെനിഫിറ്റ്സ് ഉള്ളതാണ്. നമ്മുടെ സ്കിന്ന് റേഡിയന്റ് ആവാനും, നല്ല ക്ലിയർ ആവാനും, ബ്രൈറ്റ് ആവാനും, ഹെൽത്തിയർ ആവാനും ഒക്കെ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്ന ഒരു വൺ ഓഫ് ദ അടിപൊളി ഇൻഗ്രീഡിയന്റ് ആണ് റൈസ് എന്ന് പറയുന്നത്. ലൂമിനസ് ഗ്ലോ കിട്ടാനും ഒക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. പക്ഷേ ഇപ്പം ഈ പറഞ്ഞ പോലെ ഇപ്പം അരിപ്പൊടി വെച്ചൊരു മാസ്ക് ചെയ്യുക അല്ല, ഇതൊക്കെ മെസ്സാവും. റൈസ് വാട്ടർ വെച്ച് എനിക്ക് ഫേസ് വാഷ് ചെയ്യാൻ വയ്യ, അല്ലെങ്കിൽ ഒരു മിസ്റ്റ് യൂസ് ചെയ്യാൻ വയ്യ, അല്ലെങ്കിൽ ചെയ്തെടുക്കാൻ വയ്യ, ഇതൊക്കെ ഭയങ്കര മെനക്കേടാണ്, മെസ്സാണ് എന്നൊക്കെ നോക്കുന്ന ആൾക്കാർക്ക് ഒരു ക്വിക്ക് ആൻഡ് ഈസിയർ ഒരു സൊല്യൂഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹിയർ ഇസ് മമ എർത്ത് റൈസ് വാട്ടർ ഫേസ് റേഞ്ച്. ഈ ഒരു റേഞ്ച് ബേസിക്കലി നമുക്ക് നല്ല ക്രിസ്റ്റൽ ക്ലിയർ ഗ്ലോയിങ് സ്കിൻ നമുക്ക് തരാൻ ഹെൽപ്പ് ചെയ്യും. ഞാനിത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് കുറച്ചായി. സോ എനിക്ക് കണ്ണടച്ച് റിവ്യൂ ചെയ്യാൻ പറ്റും. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. ഇപ്പൊ ഞാൻ യൂസ് ചെയ്ത് വരുന്ന രണ്ട് പ്രോഡക്റ്റ് ആണ് മമ എർത്ത് റൈസ് ഫേസ് വാഷ് വിത്ത് റൈസ് വാട്ടർ ആൻഡ് നിയാസിനമൈഡ്. റൈസ് വാട്ടർ ഡ്യൂയി സൺസ്ക്രീൻ ആണ്. സെയിം ഇൻഗ്രീഡിയൻസ് ആണ് റൈസ് വാട്ടർ ആൻഡ് നിയാസിനമൈഡ്. ഇതിലുള്ള രണ്ട് ഇൻഗ്രീഡിയൻസും ഒരുപാട് സ്കിൻ ബെനിഫിറ്റ്സ് ഉള്ളതാണ്. റൈസ് വാട്ടർ ആണെന്നുണ്ടെങ്കിൽ ക്ലാരിഫൈസ് സ്കിൻ ആൻഡ് സ്റ്റിമുലേറ്റ്സ് കൊളാജൻ പ്രൊഡക്ഷൻ. അത് ബേസിക്കലി റിസൾട്ട് ചെയ്യുന്ന നല്ല അടിപൊളി ഗ്ലാസ് സ്കിൻ ആയിരിക്കും. പിന്നെ നിയാസിനമൈഡ് ആണെന്നുണ്ടെങ്കിൽ ഓപ്പൺ പോസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മാറ്റാൻ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അതിനോടൊപ്പം തന്നെ നമ്മുടെ സ്കിൻ നല്ലൊരു റിഫ്രഷ് ചെയ്യാനും ഡെഡ് സ്കിൻ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ മാറ്റി നല്ല ഫ്രഷ് ആക്കിയും നല്ല ഹെൽത്തിയർ ആക്കി വെക്കാനും ഹെൽപ്പ് ചെയ്യുന്നത്. സോ ബേസിക്കലി ഈ രണ്ട് ഇൻഗ്രീഡിയൻസ് നമ്മുടെ സ്കിന്നിന് അടിപൊളിയായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ്. സ്റ്റാർട്ടിംഗ് വിത്ത് മമ എർത്ത് റൈസ് വാട്ടർ ഫേസ് വാഷ്. ഭയങ്കര ജെന്റിൽ ആയിട്ടുള്ള ഒരു ക്ലെൻസർ ആണ്. അടിപൊളിയായിട്ട് ക്ലെൻസ് ചെയ്യുന്നുണ്ട്. എന്നാൽ നോൺ ഡ്രൈയിങ് ഫോമിലാണ്. ഈ ഒരു ഫേസ് വാഷ് ശരിക്കും എന്റെ മൂന്നാമത്തെ ട്യൂബാണ്. ഈ ഒരു ഫേസ് വാഷ് വെച്ച് നമ്മൾ ഫേസ് വാഷ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമ്മുടെ സ്കിന്നിന് നല്ലൊരു ഗ്ലോയിങ് കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ആൻഡ് ദെൻ ഞാൻ ഫോളോ ചെയ്യാൻ പോകുന്നത് വിത്ത് മമ എർത്ത് റൈസ് വാട്ടർ ഡ്യൂയി സൺസ്ക്രീൻ വിത്ത് റൈസ് വാട്ടർ ആൻഡ് നിയാസിനമൈഡ്. ഇതിന്റെ SPF വന്നിട്ട് 50 PA++++ ആണ്. പിന്നെ രണ്ട് പ്രോഡക്റ്റ് ആണെന്നുണ്ടെങ്കിലും മെയ്ഡ് സേഫ് ആണ്, ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് ആണ്, സ്യൂട്ട്സ് ഓൾ സ്കിൻ ടൈപ്പ്, പാരബൻ, സൾഫേറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. ടെക്സ്ചർ വൈസ് നല്ല ലൈറ്റ് ആണ്. ആപ്ലിക്കേഷൻ ആണെന്നുണ്ടെങ്കിലും നമുക്ക് യൂഷ്വലി ഉള്ള സൺസ്ക്രീൻസ് നമുക്ക് വൈറ്റ് കാസ്റ്റ് ഒക്കെ തരും. പക്ഷെ ഇത് ഒബ്വിയസ്ലി ഡ്യൂയി സൺസ്ക്രീൻ ആണ്. സോ ആ ഒരു ഗ്ലോ ഫിനിഷ് ഒക്കെ നമുക്ക് ഇത് തരുന്നുണ്ട്. സോ നൗ ഐ എം ഗോയിങ് ടു ഷോ യു ദ ബിഫോർ ആൻഡ് ആഫ്റ്റർ റിസൾട്ട്. ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് മേടിക്കണമെന്നുണ്ടെങ്കിൽ യൂസ് മൈ കോഡ് lavish2024@mamaearth.in. മമ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആയിട്ടുള്ള mamaearth.in, ആമസോൺ, നൈക്ക, പർപ്പിൾ, ഫ്ലിപ്കാർട്ട് ഇതിൽ എല്ലാം അവൈലബിൾ ആണ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഇപ്പോഴത്തെ നിയർ ബൈ സ്റ്റോഴ്സിൽ മമ എർത്തിന്റെ എല്ലാ പ്രോഡക്റ്റും അവൈലബിൾ ആണ്. സോ പെട്ടെന്ന് തന്നെ പോയി ഗ്രാബ് ചെയ്യാൻ നോക്കുക. അതിന്റെ ഒഫീഷ്യൽ ആപ്ലിക്കേഷൻ കൂടി ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതുവരെ ചെക്ക്ഔട്ട് ചെയ്യാത്ത ആൾക്കാർ ഡു ചെക്ക് ഇറ്റ് ഔട്ട്. ഹോപ്പ് എല്ലാവർക്കും ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്പം നമുക്ക് വേറൊരു വീഡിയോ കാണാം. Until then, bye.